അത് തന്നെ. ആ മടിച്ചു നിൽക്കാതെ കടന്നു വരിക സുഹൃത്തുക്കളെ. എടാ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ കഴിച്ചിട്ടാ. എടാ എടാ പുറകിൽ വാടാ, മുന്നോട്ട് വാടാ. നമ്മുടെ ഈ പീസ് കണ്ടല്ലോ അല്ലേ, ഇത് കണ്ടാൽ തന്നെ കഴിക്കാനായിട്ട് തോന്നും. അതാണ് ഈ കൂരുവാളയുടെ ഫാറ്റ്ലെസ് ആയിട്ടുള്ള പീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്. ആദ്യം ഇയാളെ കൈ കഴുകുക, എന്നിട്ട് മീൻ കഴുകുക. കണ്ടോ, അത് നല്ല ഹലുവ പീസ് പോലത്തെ പീസാണ്. ഇത് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നത്. പീസിൻ്റെ ആ ഒരു ക്വാളിറ്റി കണ്ടോ. അയ്യവാ, സതീശേട്ടൻ ഇവിടെ അടുപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ ആദ്യത്തെ ഒന്നിൽ പഴച്ചാൽ രണ്ടില്, ഞാനും പഴച്ചാൽ അടുത്തതില്. ഐശ്വര്യമായിട്ട് നമ്മുടെ കുക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ആ ഗൈസ്, അപ്പോൾ അതെ നമ്മുടെ ഉരുളി വെച്ച് കൊടുക്കാം. നമ്മൾ നല്ല കഴുകി നല്ല നീറ്റായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. നമ്മൾ ടിപ്പിക്കലി അടുപ്പാണ് നമ്മൾ കുക്കിന് വേണ്ടി ഉപയോഗിക്കണേ. കണ്ടോ, അതെ നമ്മൾ വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ ഒരുപാട് ചേർത്തിട്ടില്ല. മല്ലിപ്പൊടി, നമ്മുടെ മസാലയുടെ നിറമൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി റെഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ഇതിൻ്റെ കൂടെ ചേർത്തേക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ അല്ല, പക്ഷെ എങ്കിലും നമുക്ക് അത്യാവശ്യം കളറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ ഒഴിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ കുടംപുളി ഇട്ട് വെച്ച വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റുകൾ നമുക്ക് കറി ആയി കഴിയുമ്പോൾ ഉണ്ടാവുമോ എന്നുള്ള എന്തായാലും നോക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പെട്ടാറ് കൊട്ടമ്പുളി കേട്ടോ. തിളച്ച് വരുന്ന ആ ഒരു മസാല മിക്സിലേക്ക് നമ്മുടെ കഴുകി വെച്ച് നല്ല ഫ്രഷ് മീറ്റ് എടുത്ത് കണ്ടോ, ലുക്സ് കണ്ടല്ലോ അല്ലേ, കണ്ടോ അതെ. അപ്പോൾ ഗ്രേവിയിലോട്ട് നമ്മുടെ മീറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഉരുളി കുറച്ച് വലുതായതുകൊണ്ട് തന്നെ നമ്മുടെ മീറ്റൊക്കെ അതിനകത്തോട്ട് മുങ്ങിക്കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഗ്രേവി നമ്മൾ കുറച്ചുമാണ് വെച്ചേക്കുന്നത്. അയ്യവാ ഗൈസ്, നമ്മുടെ പോത്ത് എടുത്തിട്ടിട്ട് ഇളക്കുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്കിപ്പോൾ കാണുമ്പോൾ തോന്നണേ. എന്തായാലും നമുക്ക് ടേസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ടേസ്റ്റ് ഞാൻ നോക്കിയിട്ട് പറയുന്നതായിരിക്കും. ഇത് കണ്ടിട്ട് കിട്ടില്ലമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നണേ. നമ്മുടെ മുളക് പൊടി കാശ്മീരി അല്ലാത്തതായതുകൊണ്ട് ഒരു കളറിനുള്ള വ്യത്യാസം ഇവിടെ കാണിക്കുന്നുണ്ട്. കളർ നമുക്ക് അത്രയും കിട്ടിയിട്ടില്ല. പക്ഷെ കളറിലല്ലല്ലോ, ടേസ്റ്റിലല്ലേ പ്രാധാന്യം. ഫൈനൽ ഡെക്കറേഷനൊക്കെയാണ്.
ഗൈസ് അപ്പതേ നമ്മുടെ കറി നമ്മൾ കളർ കണ്ട. അപ്പോൾ ദേ നമ്മൾ നമ്മുടെ ബ്രെഡൊക്കെ വാഴയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം കേട്ടോ. കണ്ടതേ നല്ല കിട്ടിലം പീസുകളാണ്. കണ്ടതേ ഇതാണ് നമ്മുടെ കറിയുടെ ഒരു ബ്രെഡിന്റെ കൂടെയുള്ള ഡെക്കറേഷൻ. എന്റെ വായിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അറ്റാക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കാൻ എല്ലാവരും. എല്ലാവർക്കും ഒരു തൂരി. അറ്റാക്ക് അറ്റാക്ക്. സൂപ്പർ. എല്ലാരും സംഭവം കൊള്ളാന്നാണ് പറയുന്നത്. പക്ഷെ ഫൈനൽ ഡിസിഷൻ വിൽ ബി മൈൻ. അതെ ഇതാണ് നമ്മുടെ ബ്രെഡ് ആൻഡ് വാളക്കറി ഗൈസേ. അപ്പോൾ നമ്മൾ നമ്മുടെ കറിയൊക്കെ സെറ്റ് ചെയ്തതേ എല്ലാവരും നല്ല കനത്ത പോളിങ്ങിലാണ്. അപ്പം എനിക്കും മടമൊക്കെ അടിച്ചിട്ടാണ് കൺട്രോളൊക്കെ പോയി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. അതിൻ്റെ നമ്മൾ ഒരു ബ്രെഡിന്റെ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഈ ചാറിൽ ഇങ്ങനെ മുക്കിയിട്ട് ഒരു നല്ല ബ്രെഡ് കണ്ട നല്ല വൈറ്റ് കളറിലെ പീസാണ് കണ്ടല്ലോ. അപ്പോൾ ഈ പീസും ഈ ബ്രെഡിന്റെ ഇടക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കറിയും നമ്മുടെ ബ്രെഡ് കോമ്പിനേഷൻ കൂടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വേറെ കുറച്ച് പിള്ളേരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവന്മാർക്ക് സർപ്രൈസ് ആയിട്ടാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. നമുക്ക് എന്തായാലും അവന്മാരുടെ അഭിപ്രായം ചോദിക്കാം. അത് തന്നെ മടിച്ചു നിൽക്കാതെ കടന്നു വരിക സുഹൃത്തുക്കളെ. എടാ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ കഴിച്ചിട്ടേ. എടാ പുറകിൽ വാടാ മുന്നോട്ട് വാടാ. അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നേരത്തെ മടിയായിരുന്നു എല്ലാവർക്കും. അത് ഫിനിഷ് ചെയ്തു കേട്ടാ. ഫിനിഷ് ചെയ്തു. നമ്മൾ എത്ര നേരം എടുത്തിട്ടാണല്ലേ ഫിനിഷ് ചെയ്തത്. സോ ഫാസ്റ്റ്. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടാ. അപ്പോൾ ഞാനും അത്യാവശ്യം നല്ല പോളിങ്ങിലാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. കുറച്ച് നേരം നമ്മൾ വെച്ചതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് ആ ബ്രെഡിൻ്റെ കൂടെ മുക്കിയ ചാറ് നാക്കിലോട്ട് വെക്കുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റ് എന്തായാലും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പോരായ്മ ഉണ്ടാകുന്ന ഒരു ഇച്ചിരി പുളി നമുക്ക് കൂടിപ്പോയി. അത് നമ്മൾ കുറച്ച് കൂടുതലിട്ടു. പിന്നെ കുറച്ച് നേരം വെച്ചതും കൂടെ കൊണ്ടാണ് ആ ഒരു പുളി. പക്ഷേ എങ്കിലും കുഴപ്പമില്ല. അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം എന്തായാലും കൊള്ളാം. ബ്രെഡിൻ്റെ കൂടെ ആ ചാറ് മുക്കി ഒരു മീനുമായിട്ട് വായി വെക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഭയങ്കര അടിപൊളിയാണ്. എന്താണ് ഇന്നത്തെ ഈ ഒരു കുക്കിംഗ് വീഡിയോ മാത്രമല്ല ഈ പരിപാടി മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള കണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തായാലും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് താഴെ ടൈപ്പ് ചെയ്ത് നമുക്ക് തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും